ഇന്ന് ഞങ്ങളുടെ ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും വക ചിലവായിരുന്നു. ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയ സമയത്ത് അവർ തരുന്ന ചിലവിന് വേണ്ടി ഫസ്റ്റ് ഞങ്ങൾ പോയൊരു സിനിമ കണ്ടു കേട്ടോ. സിനിമ കണ്ടു കഴിഞ്ഞ് ഹോട്ടൽ ബ്രദേഴ്സ് 1973 തുടങ്ങിയൊരു ഹോട്ടലാണ് കേട്ടോ. അവിടെ കയറിയായിരുന്നു ഭക്ഷണം. ആ ഹോട്ടലിൻ്റെ എൻട്രൻസിൽ തന്നെ നമ്മൾ കയറുന്ന സ്ഥലത്ത് തന്നെ അവിടെ കഴിച്ച പഴയ മലയാള സിനിമയിലുണ്ടായിരുന്ന പഴയ കാലത്തെ ആൾക്കാർ തൊട്ട് ഇപ്പോഴത്തെ തലമുറ വരെ ഉണ്ടായിരുന്ന കുറേ അധികം നടന്മാർ, സംവിധായകർ, ഞങ്ങൾ പ്രമുഖരായിട്ടുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ജു വാര്യർ, രഞ്ജി പണിക്കർ, ശ്രീവിദ്യ, കുഞ്ചാക്കോവൻ്റെ നാടാണല്ലോ പിന്നെ ആലപ്പുഴ, അവരുടെ എല്ലാം ഫോട്ടോകളും അവരുടെ ആ ഒപ്പീനിയനും എല്ലാം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. നല്ല നീറ്റായ ഒരു ഹോട്ടലാണ് കേട്ടോ. അതെല്ലാം കണ്ട് ഞങ്ങൾ അകത്തോട്ട് പോകുന്ന വഴിക്കുള്ള ഫോട്ടോകളെല്ലാം പിള്ളേർക്കെല്ലാം നല്ല ഹാപ്പിയായ ഒരിതായിരുന്നു. അപ്പോൾ നല്ല ഒരു വൃത്തിയും വെടുപ്പുമുള്ള ഒരു ഹോട്ടൽ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേരെല്ലാം ഹാപ്പിയായി. അപ്പം ഭക്ഷണം വരാൻ കുറച്ച് ലേറ്റാകുമല്ലോ, ആ സമയത്തുള്ള ചെറിയ കഥ പറച്ചിലുകളാണ് കേട്ടോ. ആർക്ക് എന്തൊക്കെ വേണമെന്നുള്ളൊരു ചോദ്യം. You don't know this. What is the material? അരെ യാർ, താങ്കൾ ടോവിനോ തോമസിന്റെ ഫാനാണോ? അല്ലല്ല, സുമേഷ് കേവിടെ ഫാനാണ്. Oh, very nice. എന്താ ഏയ് താങ്കൾ എച്ചി കണക്ക് പറയുന്നത് ഞങ്ങൾ കൊള്ളാടാ, അടിപൊളിയാണല്ലോടാ, സൂപ്പറാണല്ലോ. ആ ഒറ്റ വലി കുടിച്ച് കുടിക്കുന്നില്ലേ? കുടിച്ചോളൂ. ലെഫ്റ്റ് കണ്ടില്ല, ലിഫ്റ്റിക്ക് കാണിച്ചത്, നിങ്ങൾ കാണിച്ചത്. താങ്കളെന്തോ കുടിക്കുന്നത്? ആർക്ക് മൂന്ന് ഭ്രാന്തായതോ? ഇത് കഴിക്കാൻ വേണ്ടത് പൊറോട്ട, ചപ്പാത്തി. കുട്ടി പഞ്ചാബിൽ നിന്നാണോ? പഞ്ചാബിൽ നിന്നാണോ? जी व्हाट यू वांट? मुझे परोठा चाहिए, मैंने ऑर्डर भी किया है. परोठा जी. ओके, मिलेगा आपको. थैंक यू ब्यूटी गर्ल, व्हाट यू वांट? परोठा. പൊറോട്ട. ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല, പുട്ട്. അല്ലേ, പൊറോട്ട വേണോ ചപ്പാത്തി വേണോ? ചപ്പാത്തി വേണോ പൊറോട്ട വേണോ? എന്തോ വേണ്ട മക്കൾക്ക്? പൊറോട്ട. ചപ്പാത്തി പോലെ പൊറോട്ട.